ഹലോ ഗായ്സ്, വി ആർ ഗോയിങ് ടു മാഞ്ചസ്റ്റർ. സോ എൻ്റെ ഫ്രണ്ടിൻ്റെ വൈഫ് പ്രസവിച്ചിട്ട് ഇപ്പോൾ 2 മാസത്തോളമായി. അപ്പം എന്തായാലും അവരുടെ അടുത്തൊന്ന് പോകണം. പിന്നെ എന്തായാലും പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ളൊരു വീക്കെൻഡാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവിടെ ഒന്ന് പോയി കറങ്ങി വരാനുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ ഫാമിലി ഔട്ടിംഗ് ആണ് ഇൻഷാ അല്ലാ. രാവിലെ എണീക്കാനാണ് വിചാരിച്ചത്, പക്ഷെ എണീറ്റ് വന്നപ്പോൾ ഉച്ചയായി. അങ്ങനെ 1 മണിക്കാണ് ഞങ്ങൾ മാഞ്ചസ്റ്ററിലേക്കുള്ള യാത്ര തിരിച്ചത്. ഈ സ്ഥലം കാണുമ്പം എനിക്ക് എൻ്റെ നാടാണ് ഓർമ്മ വരുന്നത്, വയനാട്. എന്തായാലും ഞങ്ങൾക്ക് 2.5 മണിക്കൂർ കൊണ്ട് തീരേണ്ട യാത്ര ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഒരു 3 മണിക്കൂർ എടുത്തു. ഒരു 4 മണിയോട് കൂടിയിട്ടാണ് ഞങ്ങൾ അവിടെ എത്തിയത്. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് അമ്മയുടെ വക നല്ലൊരു ബിരിയാണി. അവിടെ എത്തിയതിന് ശേഷമുള്ള ബന്ധപ്പാടിൽ ഞങ്ങളെന്തായി വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഫുഡ് കഴിക്കലും ആകെ ഒരു ബഹളമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോകുന്നത് ട്രഫോർഡ് സെൻറ്ററിലേക്കാണ്. ലണ്ടനിൽ നിന്ന് ഡെർബിയിലേക്ക് മൂവ് ചെയ്ത ശേഷമുള്ള ആദ്യത്തെ ബസ് യാത്രയാണിത്. ഞങ്ങൾ ഡെർബിയിൽ മൂവ് ചെയ്തതിൻ്റെ ശേഷം പബ്ലിക് ട്രാൻസ്പോർട്ട് അധികം യൂസ് ചെയ്തിട്ടില്ല. കാരണം ഡെലിവറി കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുവരെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് തന്നെ യാനോസിൻ്റെ ഫസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതും അത് ഇവിടെ മാഞ്ചസ്റ്ററിൽ വെച്ചിട്ടാണ്. മേലല്ല, അമ്മ മേലെ ഇരിക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ ഡബിൾ ഡക്കർ ഇല്ല. ഇതാണ് ശ്രീജാമ്മ, അതായത് കാവ്യയുടെ അമ്മ. അമ്മ വന്നിട്ട് 4 ദിവസം ആയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അമ്മയുടെയും ഫസ്റ്റ് പബ്ലിക് ട്രാൻസ്പോർട്ട് എക്സ്പീരിയൻസ്. കാവ്യ, നമ്മള് കൊറേ നേരമായല്ലോ നടക്കണേ. കാവ്യ, നമ്മള് കൊറേ നേരമായല്ലോ നടക്കണേ. എങ്ങട്ടാ? എവിടെയാ മാള്? ഇത് മാള് കാണിച്ചുതരാന്ന് പറഞ്ഞ് നടക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2 മൈലായി. 2 മൈൽ നടന്നിട്ട് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ഇവിടെ കാർ പാർക്ക് തീരുന്നില്ല. അപ്പോൾ ഒരു ദുനിയാവ് തന്നെ തോന്നുന്നുണ്ട്. അതാണോ മാള് എന്നുള്ളത് എത്തിക്കഴിഞ്ഞാൽ അറിയുള്ളൂ. ഇവിടെ ഒരു ആസ്തിയൊക്കെ കാണുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നടന്നിട്ട് അവസാനം ഞങ്ങൾ എൻട്രൻസിൻ്റെ മുന്നിലെത്തി. ഇത് തന്നെ ആയിരിക്കും ഇവിടുന്ന്. ഇത് റെയിൽവേ ഇതൊക്കെ ക്രോസ് ചെയ്ത് പോകുന്നുണ്ട്. എവിടുന്നും ഫൈനൊന്നും വരില്ല എന്ന് വിചാരിക്കാം. ഓക്കെ, ഇതാണ് നമ്മളെ ഫേവറേറ്റ് പ്ലേസ്. ഓരവിടെ ഗുച്ചിന്റെ പെർഫ്യൂംസ് ട്രൈ ചെയ്യാൻ, ഞങ്ങളിവിടെ ഇത് ട്രൈ ചെയ്യാം. അങ്ങനെ VR എക്സ്പീരിയൻസിൻ്റെ സ്ഥലത്തെത്തിയപ്പം മോൾക്ക് ഭയങ്കര ആഗ്രഹം VR എക്സ്പീരിയൻസ് ചെയ്യണമെന്ന്. അങ്ങനെ മോളെയും അമ്മയും VR എക്സ്പീരിയൻസിന് കയറ്റി. എന്തായാലും അവർ നല്ല അടിപൊളിയായിട്ട് ഒരു ത്രില്ലർ കോസ്റ്ററോ എന്താണ് റോളർ കോസ്റ്ററിലൊക്കെ എക്സ്പീരിയൻസ് ചെയ്തു. വളരെ അടിപൊളിയായിരുന്നു എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായിട്ടുള്ള ഒട്ടുമിക്ക ബ്രാൻഡുകളും, അത് എല്ലാം പ്രീമിയം ബ്രാൻഡുകൾ. അതിനനുസരിച്ചുള്ള തന്നെ പ്രീമിയം റേറ്റും ഉണ്ട് കേട്ടോ. അത് പെർഫ്യൂമിലായിക്കോട്ടെ, ബാഗ്സിലായിക്കോട്ടെ, അപ്പാരൽസ് ആയിക്കോട്ടെ, ഈവൻ എന്ത് തരം ആക്സസറീസ് ആയിക്കോട്ടെ, എല്ലാ തരം ആക്സസറീസും അതും പ്രീമിയം ലെവലുള്ളത് മാത്രം. എന്തായാലും പോക്കറ്റ് കാലിയാവുന്ന വഴി അറിയില്ല ഇതിൽ പോയിട്ടുണ്ട് എങ്കിൽ. എന്തായാലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നടന്ന് കാണാനുള്ള ഒരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെ തരുന്നൊരു മാള് തന്നെയാണ് ട്രഫോർഡ് സെൻറ്റർ. ഇതേ നോക്ക്, ദിയമോക്കതാ ഒരു സൈഡ് വലിവ്. കാരണം മനസ്സിലായില്ലേ? ചോക്ലേറ്റ്, ക്യാൻഡി, സ്വീറ്റ്സ് അതിന് സ്വാഭാവികമാണ്. പിന്നെ ഈ കാണുന്നത് ഫുഡ് കോർട്ടിൻ്റെ ദുനിയാവ്. ഈ ദുനിയാവിൽ എല്ലാതരം ഫുഡുണ്ട്. പക്ഷേ നമുക്കങ്ങനെ വലിയ ഇഷ്ടപ്പെടുന്ന ടേസ്റ്റുള്ളതൊന്നുമില്ല. ആകെ ഉണ്ടായിരുന്നത് KFC മാത്രമാണ്. KFCയിൽ പോയാലും ഞങ്ങൾ പൊതുവേ KFC വിങ്സ് മാത്രമേ കഴിക്കുള്ളൂ. ബാക്കിയൊന്നും വായിൽ വെക്കാൻ പറ്റില്ല. നിങ്ങൾ ആരെങ്കിലും മാളിൻ്റെ ഉള്ളിൽ ഡ്രസ്സ് അലക്കി ആറിയിട്ട് കണ്ടിട്ടുണ്ടോ? അത് കാണണമെങ്കിൽ ട്രഫോർഡ് സെൻറ്ററിൽ പോയാൽ മതി. ലിഫ്റ്റിൽ പിന്നെ നമ്മളെ ടീം മാത്രമേ ഉള്ളൂ എങ്കിൽ ഇത് പിന്നെ സർവ്വസാധാരണ ആയിരിക്കുമല്ലോ അല്ലേ.
ഒരേ വൈബുള്ള കുറേ ആൾക്കാർ കൂടി ചേർന്ന് ഇത് തന്നെ സ്ഥിതി. അവസാനം എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നോക്കിയപ്പം മെയിൻ ഡോറെല്ലാം ക്ലോസ്ഡാണ്. പിന്നെ ഏതൊക്കെയൊക്കെയോ വഴിയിലൂടെ ഏതൊക്കെയോ സെക്യൂരിറ്റീൻ്റെ അടുത്തൊക്കെ ചോദിച്ച് ലാസ്റ്റ് ഞങ്ങൾ എങ്ങനെയൊക്കെയോ പുറത്തിറങ്ങി. പിന്നെ ഇവരെ കത്തി വർത്താനങ്ങളും കാര്യങ്ങളും ഒക്കെ കൂടിയായിട്ട് ഒരു പിന്നെ ആ വഴിക്ക് അങ്ങനെ അങ്ങോട്ട് നീങ്ങി. ഞങ്ങൾ തമ്മിലുള്ള ബോയിട്ടൊക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ സംസാരിച്ച് നീങ്ങി. നിങ്ങൾ അപ്പുറത്ത് നിന്നിട്ട് അവിടെ നിങ്ങൾ കുടുംബശ്രീ വർത്താനം പറഞ്ഞിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് അങ്ങനെ നീങ്ങി. ഞങ്ങൾ കുറ്റം പറഞ്ഞ് നിങ്ങൾ കേട്ടോ? നിങ്ങൾ എന്തായാലും തൊള്ള തുറന്നാൽ കുറ്റമല്ലേ പറയാറുള്ളൂ. അതെങ്ങനെ നിങ്ങൾക്കറിയാം? നിങ്ങൾ കൂടിയാണല്ലോ ഞങ്ങൾ ജീവിക്കുന്നത്. നിങ്ങൾ അങ്ങനെ നിങ്ങൾ ജീവിക്കണ്ട. അതാ നീ അതോടണേ നീ അതാക്കുന്നത് ട്രെയിനിനെ കൈ കാണിച്ച് നിർത്താൻ വേണ്ടി പോയതാ. മതിരിങ്ങളെ. അപ്പൊ എന്താണെങ്കിലും ബാക്കിയുള്ള വിശേഷങ്ങള് നാളെ പാർട്ട് 2 വരും മക്കളെ. സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണില്ലടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ എന്നിട്ട് കാണൂ. അപ്പം പാർട്ട് 2 ആയിട്ട് ഞങ്ങൾ പെട്ടെന്ന് വരാം.